നിങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ചില ആളുകൾ ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റി എല്ലാം ദൈവത്തിനറിയാം, പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ വിഷയങ്ങൾ ദൈവത്തിനോട് പറയുന്നത്? എന്നെ പൂർണ്ണമായിട്ടും അറിയുന്ന ദൈവം എൻ്റെ എല്ലാ വിഷയങ്ങളും നടത്തിത്തരും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അതായത് നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വായു കൊണ്ട് ദൈവത്തോട് നിരന്തരം പറയുക എന്നുള്ളതാണ്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നിങ്ങളുടെ വായിൽ നിന്നും അത് വാക്കുകളായി പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതോടുകൂടി ദൈവത്തിനോടുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ ജൽപ്പനങ്ങളായി പ്രാർത്ഥിക്കാറുണ്ട്, അതായത് പിറുപിറുക്കുക. ചില ആളുകൾ ഉറക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഉറക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ലക്ഷ്യം തന്നെ താൻ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിനെ കൂടാതെ മറ്റാളുകളും കൂടി കേട്ടോട്ടെ, താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോട്ടെ, ഇതാണ് ആളുകളുടെ ചിന്ത. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തിൽ തട്ടിയാണ്. നിങ്ങളുടെ ചുണ്ടുകൾ അനക്കാതെ സൈലൻ്റായിട്ടിരുന്ന് നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങൾ ചുണ്ടുകൾ അനക്കാതെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ, ഇനി എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും എല്ലാ ദിവസവും മടുത്തു പോകാതെ നിരന്തരം നിങ്ങളുടെ ചുണ്ടുകൾ അനക്കാതെ ഹൃദയത്തിൽ തട്ടി മനസ്സിൽ തട്ടി ദൈവത്തോട് പറയുക എന്നുള്ളതാണ്. ആ ദൈവം തീർച്ചയായിട്ടും അത് കേൾക്കും എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ആളുകളുണ്ട്. ഓഫീസിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ വീടിനുള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, വിജനമായ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ദൈവം അനുശാസിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി മാത്രം ഒറ്റപ്പെട്ടിരുന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ നിഷ്കർഷിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നില്ല. ദൈവം പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ ആ സമയത്ത് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. കാരണം എത്ര തിരക്കിലായാലും നീ എന്നെ ഓർക്കണം എന്ന് ദൈവം അനുശാസിക്കുന്നു. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ രാത്രിയാണോ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ പകലാണോ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്താണോ സന്ധ്യാസമയത്താണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ഹൃദയത്തിൽ തട്ടിയുള്ള, മനസ്സിൽ തട്ടിയുള്ള, ചുണ്ടുകൾ അനക്കാതെയുള്ള, ദൈവത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളതാണ്. നല്ല ദിവസം ആശംസിക്കുന്നു.